ദി ഹിന്ദുവിന് മുഖ്യമന്ത്രി അഭിമുഖം നൽകുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന ആൾ CPIM മുൻ MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം. കൂടിക്കാഴ്ചയിൽ സുബ്രഹ്മണ്യം ഉണ്ടായിരുന്നുവെന്ന് PR ഏജൻസി കേസന്റെ ജീവനക്കാരി 24നോട് പറഞ്ഞു. എന്നാൽ തനിക്ക് കേസുമായി ഒരു ബന്ധവുമില്ല എന്നാണ് സുബ്രഹ്മണ്യം വിശദീകരിക്കുന്നത്. വിവാദത്തിൽ തന്നെ വലിച്ചിഴക്കരുതെന്ന് TK ദേവകുമാർ പറഞ്ഞു. മുഖ്യമന്ത്രിയോടോ തന്റെ മകൻ സുബ്രഹ്മണ്യത്തോടോ ആണ് പ്രതികരണം തേടേണ്ടതെന്നും TK ദേവകുമാർ പ്രതികരിച്ചു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷഫീദ്, ഈ വിവാദം മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഹിന്ദുവിന് ഇക്കാര്യത്തിൽ വിശദീകരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടൊരു കത്ത് കൊടുക്കുന്നു. ഹിന്ദു അതിൽ നൽകുന്ന വിശദീകരണത്തോടെ കാര്യങ്ങൾ മാറി മറിയുന്നു. ഒരു PR ഏജൻസിയുടെ സാന്നിധ്യം, ഇതുവരെ ആ ഏജൻസി അത് നിഷേധിച്ചിട്ടില്ല, സർക്കാരും ഔദ്യോഗികമായി നിഷേധിച്ചിട്ടില്ല. അവിടെ ഇപ്പോഴിതാ ഒരു CPM മുൻ MLA മകൻ കൂടി ആ വിവാദത്തിന്റെ ഭാഗമായി വരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരുപക്ഷെ ഇനിയും കൂടുതൽ ഇക്കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരില്ലേ? ആ വഴിക്കല്ലേ കാര്യങ്ങൾ നീങ്ങുന്നത്? വിജയകുമാർ, മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഉറപ്പായും ഒരുപാട് കാര്യങ്ങൾ ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടി വരും. ഒരു പാൻ ഇന്ത്യൻ PR ഏജൻസി വഴി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്തിനാ രാജ്യത്തെ തന്നെ ഒരു പ്രധാനപ്പെട്ട ദിനപത്രത്തിന് അഭിമുഖം നൽകി എന്നുള്ളത് ഒരു രാഷ്ട്രീയ വിവാദമായി കത്തിപ്പടരുകയാണ്. മാത്രമല്ല, മലപ്പുറം വിവാദം ഒതുക്കാൻ ഹിന്ദു ദിനപത്രത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അയച്ച കത്ത് ഒരു തരത്തിൽ തിരിഞ്ഞുകൊത്തി എന്ന് വേണം പറയാൻ. ഈ കെയ്സൺ ഗ്ലോബൽ എന്ന PR ഏജൻസിയാണ് അഭിമുഖം തരപ്പെടുത്തിയതെന്നും ഏജൻസിയുടെ 2 പ്രതിനിധികൾ അഭിമുഖ സമയത്ത് മുഖ്യമന്ത്രിയുടെ മുറിക്കുള്ളിൽ ഉണ്ടായിരുന്നുവെന്നും മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലെ വിവരമെന്ന നിലയ്ക്ക് ഇവരാണ് വിവാദ പരാമർശം ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചതെന്നും ഹിന്ദു പത്രാധിപർ ഇന്നലെ പുറത്തിറക്കിയ അവരുടെ വിശദീകരണക്കുറിപ്പിൽ പറയുന്നുണ്ട്. ഏജൻസിയെ പ്രതികരിച്ചെത്തിയ ഒരാൾ, അത് ഈ കൈസൺ ഗ്ലോബൽ എന്ന PR ഏജൻസിയുടെ CEO വിനീത് ഹാണ്ടയാണ്. രണ്ടാമൻ കമ്പനി തന്നെ വിശദീകരിക്കുന്നു അവരുടെ പൊളിറ്റിക്കൽ വിഭാഗം കൈകാര്യം ചെയ്യുന്ന സുബ്രഹ്മണ്യം ആണെന്ന്. ആരാണ് ഈ സുബ്രഹ്മണ്യം എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഉയർന്നു കേട്ടത്. ഈ വിവാദ അഭിമുഖം നടന്ന ദിവസം മുഖ്യമന്ത്രിക്കൊപ്പം മുറിക്കുള്ളിലുണ്ടായിരുന്നത് മുൻ ഹരിപ്പാട് MLA, CPMന്റെ മുൻ ഹരിപ്പാട് MLA TK ദേവകുമാറിന്റെ മകൻ TD സുബ്രഹ്മണ്യം അഥവാ സുബ്ബുദേവാണ്. 2023 വരെ സുബ്രഹ്മണ്യം മറ്റൊരു PR ഏജൻസിയിലെ പ്രിൻസിപ്പൽ അസോസിയേറ്റ് ആയിരുന്നു. അതായത് പ്രശാന്ത് കിഷോറിന്റെ PR ഏജൻസിയിലെ പ്രിൻസിപ്പൽ അസോസിയേറ്റ് ആയിരുന്നു. നിലവിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡിൽ സീനിയർ മാനേജറാണ് അദ്ദേഹം. ഈ അഭിമുഖം നടന്ന സമയത്ത് അവിടുത്തെ തന്റെ സാന്നിധ്യം നിഷേധിക്കുന്നില്ല. പകരം കെയ്സൺ ഗ്ലോബൽ എന്ന സ്ഥാപനവുമായി തനിക്കൊരു ബന്ധവുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് മുൻ MLAയും സമാനമായ രീതിയിൽ വിവാദങ്ങളിലേക്ക് തന്നെ വലിച്ചിഴക്കരുത് എന്നുള്ള ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഇനിയും പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിലൊന്നാമത്തെ ചോദ്യം, എന്തിനാണ് മുഖ്യമന്ത്രി കെയ്സൺ ഗ്ലോബൽ എന്ന PR ഏജൻസിയുടെ ഒരു അഭിമുഖം അത് ഹിന്ദു ദിനപത്രത്തിന് അനുവദിച്ചത്? രണ്ടാമത്, ആരാണ് ശരിക്കും ഈ വിവാദ ഭാഗം അതിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത്? മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോടുകൂടിയാണോ ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുള്ളത്? ഏതായാലും രാഷ്ട്രീയമായി പ്രതിപക്ഷം ഉയർത്തുന്ന മറ്റ് ആരോപണങ്ങൾക്ക് കൂടി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും സർക്കാരും CPIM ഒക്കെ മറുപടി പറയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു. വിജയകുമാർ. യെസ്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.